ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മല്ലു ഫ്രം ആഫ്രിക്ക. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ ആഫ്രിക്കയിലെ ന്യൂ ഇയർ സെലിബ്രേഷൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ആഫ്രിക്കയിലെ കൂടുതൽ വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലൈബീരിയയിലുള്ളവർക്ക് ഈ ക്രിസ്മസും ന്യൂ ഇയർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ആഘോഷമാണ് കേട്ടോ. ക്രിസ്മസിനെ കഴിഞ്ഞും കൂടുതൽ ഇവർ ആഘോഷിക്കുന്നത് ന്യൂ ഇയർ ആണെന്നാട്ടോ തോന്നുന്നത്. കാരണം ന്യൂ ഇയറിന് ഭയങ്കര ആഘോഷമായിരുന്നു, ക്രിസ്മസിന് അത്രയും ഞാൻ കണ്ടില്ല. മമ്മയാണെങ്കിൽ പോലും രാവിലെ വന്നപ്പോൾ മുതൽ ഇവിടെ ഭയങ്കര പാട്ടും ഡാൻസും ഒക്കെ ആയിരുന്നു കേട്ടോ. ഞങ്ങൾക്കും വൈകുന്നേരം ചെറിയ ന്യൂ ഇയർ പാർട്ടിയൊക്കെ ഉണ്ട്. അപ്പം അങ്ങോട്ടേക്ക് പോകുന്നതിനായിട്ട് ഇന്ന് പകൽ ഫുള്ള് പണികളായിരുന്നു. എല്ലാവരും ഈ ജോലിക്കൊക്കെ പോയിട്ട് വൈകുന്നേരം ലേറ്റായിട്ട് വരുന്നത് കൊണ്ട് ഒരുമിച്ച് വന്നിട്ട് ഫുഡ് ഉണ്ടാക്കൽ നടക്കത്തില്ല. അതുകൊണ്ട് കുറേശ്ശെ ഫുഡ് എല്ലാവരും ഉണ്ടാക്കിക്കൊണ്ട് വരാമെന്ന് ആട്ടോ ഞങ്ങൾ പ്ലാൻ ചെയ്തേ. അങ്ങനെ ചെറിയ രീതിയിൽ ഫുഡൊക്കെ ഉണ്ടാക്കി വൈകുന്നേരം ഞങ്ങളെല്ലാവരും കൂടെ ദേ ഒരുമിച്ച് കൂടി ഭയങ്കര പാട്ടും ബഹളവും ഒക്കെ ആയിരുന്നു കേട്ടോ. കുറേ ദിവസത്തെ ജോലിയും തിരക്കുകളും ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇടയ്ക്കൊന്ന് എല്ലാവരും കൂടെ കൂടിക്കഴിയുമ്പോൾ ഭയങ്കര ആഘോഷമാണേ. ഇതിവിടെ അടുത്തുള്ള പള്ളിയാണ് കേട്ടോ. പള്ളിയിലും രാത്രിയായി കഴിയുമ്പം ന്യൂ ഇയറിന് ഇതുപോലെ പാട്ടും ഡാൻസും ഒക്കെ പരിപാടികളൊക്കെയാണ് കേട്ടോ. സന്ധ്യ കഴിയുമ്പോൾ തുടങ്ങുന്നത് രാത്രി 12 മണി വരെ അവർക്ക് ആഘോഷമാണേ. പിന്നെ ദേ നല്ല പടക്കം പൊട്ടീരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അത് കാണാനായിട്ട് പോയി. ഇതൊക്കെ പള്ളിയിലെ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ടുള്ള പടക്കം പൊട്ടീരാട്ടോ. അതുകൂടാതെ ഞങ്ങളും ഞങ്ങളുടേതായിട്ടുള്ള രീതിയിൽ കുറച്ച് പടക്കമൊക്കെ വാങ്ങിച്ച് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാടൊന്നും വാങ്ങിച്ചില്ല കേട്ടോ, കാരണം ഇവിടെ പടക്കത്തിനൊക്കെ ഭയങ്കര റേറ്റായിരുന്നു. അപ്പം നമുക്ക് അത്രയൊന്നും ലാവിഷായിട്ട് പൊട്ടിക്കാനുള്ള ഇതില്ലായിരുന്നു. അപ്പം കുറച്ച് ചെറിയ രീതിയിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ എന്താ പറയുക, പിള്ളേരൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിലെ പോലെ ഒന്നും അല്ല കേട്ടോ. ഇവിടെ ടോട്ടലി ഇവരുടെ ലൈഫ് സ്റ്റൈൽ ടോട്ടലി ഡിഫറൻ്റ് ആണ്. ഇവർ വലിയവരാണേലും ചെറിയവരാണേലും അങ്ങനെ എല്ലാവരും ഭയങ്കര ഒരുപോലെ എൻജോയ് ചെയ്യുന്നവരാണ്. എല്ലാ ഇതാണെങ്കിലും ഇവർക്ക് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിലും ഉള്ളതും കൊണ്ട് അവരുടെ ലൈഫിൽ അവർ ഭയങ്കര ഹാപ്പിയാണ്. അവർ ഇത് കണ്ടോ, പാട്ടയൊക്കെ കൊട്ടിയാണ് അവർ പിള്ളേരൊക്കെ ഡാൻസൊക്കെ കളിച്ച് ഒക്കെ നടക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ മറ്റേ ബാൻഡൊക്കെ കൊട്ടി വരുന്നു, ഇവർ പാട്ട കിട്ടി അതെടുത്ത് കൊട്ടുന്നു. അപ്പോൾ ആ ഒരു ഇതാണ് അവർക്ക്. അവരുള്ളതും കൊണ്ട് അവർ എല്ലാത്തിലും സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ. എല്ലാവരും ഭയങ്കര ആഘോഷമായിരുന്നു. പി യൂത്ത്, പാട്ട കൊട്ടൽ അങ്ങനെ ഒക്കെ ഭയങ്കര ആഘോഷമായിരുന്നേ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പിന്നെയും തിരിച്ച് ആദ്യം വന്നിടത്ത് തന്നെ തിരിച്ചെത്തി കേട്ടോ. എന്നിട്ട് പിന്നെ ഞങ്ങൾ പാതിരാത്രിയിലിരുന്ന് ചീട്ടുകളി തുടങ്ങി. സത്യം പറഞ്ഞാൽ ഞാൻ ലൈബീരിയ വന്നിട്ട് ആദ്യമായിട്ടാട്ടോ ഇങ്ങനെ നൈറ്റിലൊക്കെ ഇങ്ങനെ എല്ലാവരുടെയും കൂടെ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുന്നത്. അല്ലെങ്കിൽ വൈകുന്നേരം ഉള്ള ഇതൊക്കെ കഴിഞ്ഞിട്ട് രാത്രി ആകുമ്പോഴത്തേക്കും തിരിച്ചു പോകുമായിരുന്നു. ഇന്ന് പക്ഷേ ഞങ്ങളെല്ലാവരും ഒരുമിച്ചുണ്ടായിരുന്നു. ഒരു 2 റൗണ്ട് കളിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും ഉറക്കം വന്നത് 4 മണിയായി ഞങ്ങൾ കിടന്നപ്പം. എന്നിട്ട് പിന്നെ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കും അക്ക അവിടെ രാവിലത്തേക്കുള്ള ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ ആ കൂടെ കൂടി കേട്ടോ. ഫുഡൊക്കെ ഉണ്ടാക്കി അപ്പോഴത്തേക്കും എല്ലാവരും എഴുന്നേറ്റ് വന്ന് രാവിലെ ചെറിയൊരു വാമപ്പിനായിട്ടുള്ള ഒരു കളിയൊക്കെ കളിച്ചുകൊണ്ടിരിക്കുവാണ് എല്ലാവരും കൂടെ. പിന്നെ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ഉച്ചയായപ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾ ബീച്ചിൽ പോകാമെന്നും പറഞ്ഞ് ഇറങ്ങി കേട്ടോ. ഇപ്പം ഞങ്ങൾ പോകുന്ന ബീച്ച് സൂര്യ ബീച്ചാട്ടോ. ലൈബീരിയയിൽ ഇഷ്ടം പോലെ ബീച്ചുണ്ട് ഇവിടെ. പിന്നെ ബീച്ച് എന്ന് പറയുമ്പോൾ എന്താ പറയുക, ലോക്കൽ ആൾക്കാർ മാത്രം പോകുന്ന കുറച്ച് ബീച്ചുകളുണ്ട്. പിന്നെ നമ്മളെപ്പോലെ ഈ പുറത്തുനിന്ന് വേറെ രാജ്യത്തു നിന്നൊക്കെ വന്ന് നിൽക്കുന്നവർക്കും പിന്നെ ഇവിടെ അത്യാവശ്യം നല്ല പൈസ ഉള്ള ആൾക്കാർ അങ്ങനെയുള്ളവരൊക്കെ പോകുന്ന വേറെ ബീച്ചുകൾ അങ്ങനെ സെപ്പറേറ്റ് ആണ് കേട്ടോ. ലോക്കൽ ബീച്ചുകളിലേക്ക് നമ്മൾ അങ്ങനെ അധികം പോവാറില്ല, കാരണം അവിടെ ഇവിടുത്തെ ലോക്കൽ പീപ്പിളായിരിക്കും കൂടുതലും. അപ്പം ഭയങ്കര ക്രൗഡഡ് ആയിരിക്കും. ഇങ്ങനെ അവധി ദിവസങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി നോക്കിയിരിക്കുന്ന ദിവസങ്ങളാണ്. അപ്പം അവർ എല്ലാവരും എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ വരുന്നത് ബീച്ചുകളിലേക്കായിരിക്കും. അപ്പോൾ അവിടെ ഭയങ്കര ക്രൗഡഡ് ആയിരിക്കും. അപ്പം നമുക്ക് അധികം അങ്ങനെ പോകാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഉള്ളിടത്തേക്കൊക്കെയാണ് വരുന്നത്. പിന്നെ എവിടെയാണെന്നുണ്ടെങ്കിലും നമുക്ക് ബീച്ചിലേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല, കാരണം ഇവിടുത്തെ കടലിൽ ആഴം കൂടുതലാണ്. അപ്പോൾ നമുക്ക് ബീച്ചിലേക്ക് അങ്ങനെ ഇറങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാവും, പിള്ളേർക്ക് സെപ്പറേറ്റ് വലിയവർക്ക് സെപ്പറേറ്റ് അങ്ങനെ
സ്വിമ്മിംഗ് പൂൾ ഉണ്ടാവും. അപ്പോൾ ഇന്നിപ്പം ഇവിടെ ന്യൂ ഇയർ ആയത് കാരണം നല്ല തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ആരും പൂളിലേക്കൊന്നും ഇറങ്ങാൻ നിന്നില്ല. ഞങ്ങൾ ജസ്റ്റ് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ അതിലെ നടക്കുകയൊക്കെ ചെയ്തതേ ഉള്ളൂ. അങ്ങനെ പൂളിൽ ചാടുന്നവരുടെ ഡാൻസും വെള്ളത്തിൽ കളിയൊക്കെ കണ്ട് നിന്നപ്പോഴത്തേക്കും ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടുന്ന് ഫുഡ് കഴിക്കാനായിട്ട് പോന്നു. ഇവിടുത്തെ ബീച്ചുകളിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു എൻട്രി ഫീസ് കാണും. അപ്പോൾ ആ എൻട്രി ഫീസിനകത്ത് ചിലയിടത്ത് നമുക്ക് ഫുഡും ഡ്രിങ്ക്സും ആ പൈസയ്ക്കുള്ളത് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അത് കഴിഞ്ഞ് എക്സ്ട്രാ ആവുന്നതിന് നമ്മൾ പേ ചെയ്താൽ മതി. ചിലയിടത്ത് പക്ഷേ അങ്ങനെയല്ല കേട്ടോ. ചിലയിടത്ത് നമ്മൾ ഈ എൻട്രി ഫീസിനകത്ത് ഈ ഫുഡൊന്നും കാണത്തില്ല. നമ്മൾ അല്ലാതെ പേ ചെയ്ത് തന്നെ കഴിക്കണം. ഞങ്ങൾ ചിക്കൻ ഫ്രൈയും ഫിഷും അങ്ങനെയൊക്കെ ചെറിയ ചെറിയ ഐറ്റംസൊക്കെ കേട്ടോ വാങ്ങിച്ചത്. പിന്നെ ബിയറ്, വൈന് അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ അവിടത്തിലെ കുറച്ച് നേരം കൂടെയൊക്കെ നടന്നിട്ട് ഒരു സന്ധ്യ കഴിഞ്ഞ് പിന്നെ കേട്ടോ ഞങ്ങൾ തിരിച്ചു പോരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ന്യൂ ഇയർ.